എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും യേശുക്രിസ്തുവിന്റെ അതുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങൾ. നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ നിയമ ഉപദേശ സത്യങ്ങൾ എന്ന വിഷയത്തിൻ്റെ ബൈബിൾ എന്ന ഭാഗത്തൂടെയാണ് നാം ഇപ്പോൾ പഠനം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 13ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിൽ നമ്മൾ സായുക്തിയുമായി ഉപയോഗിക്കുന്ന ഈ വിശുദ്ധ വേദപുസ്തകം എപ്രകാരമാണ് ഒരുക്കപ്പെട്ടത് എന്നുള്ള വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പരിമിതമായ മിനിറ്റുകൾ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അനേക ആളുകൾ വേദപുസ്തകത്തിന്റെ പൂർവ്വ ചരിത്രം സംബന്ധിച്ച് അന്വേഷിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ വേദപുസ്തകം നമ്മുടെ കയ്യിൽ ഇന്ന് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ സമയത്ത് ഓർപ്പിക്കുവാൻ ദൈവസന്നിധിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി അതിനുപയോഗിച്ച വസ്തുക്കളെ സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. ഈ പാപ്പിറസ് എന്ന് പറയുന്ന ഒരുതരം പോളകളിലാണ് വേദപുസ്തകം ആദ്യമായി എഴുതപ്പെട്ടത്. ഈജിപ്ഷ്യൻ നൈൽ നദീതടങ്ങളിലും സിറിയയുടെ തടാക പ്രദേശങ്ങളിലും ഈജിപ്തിലെ മറ്റ് നദികളുടെ പാർശ്വങ്ങളിലുമൊക്കെയായി ഇടതൂർന്ന് വളർന്നു വന്നിരുന്ന ഒരു ചെടിയാണ് ബിബ്ലോസ്, അതായത് പാപ്പിറസ് എന്ന് പറയുന്നത്. ഈ ചെടി വെട്ടിയെടുത്ത് അത് ഒതുക്കി തല്ലി ചതച്ച് 2 ലെയറുകളായി അവയെ ഒരുക്കിയ ശേഷം അതിന്റെ വെള്ള ഭാഗം കല്ലുകൊണ്ടോ മറ്റേതെങ്കിലും ഉപകരണങ്ങൾ കൊണ്ടോ മിനുസപ്പെടുത്തിയ ശേഷം അതിൽ മഷി കൊണ്ട് എഴുതുന്ന രീതിയാണ് ആദ്യ നാളുകളിൽ അവലംബിച്ച് വന്നിരുന്നത്. ചരിത്രകാരന്മാരായ അനേക ആളുകൾ ഈ നിലയിൽ പാപ്പിറസ് റീഡുകളിൽ എഴുതിയിട്ടുള്ള ബൈബിളിന്റെ മുൻകാല അല്ലെങ്കിൽ പൂർവ്വകാല കൃതികളെ സംബന്ധിച്ച്, കൈയെഴുത്തുകളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ലഭ്യമായിട്ടുള്ളതിൽ ഏറ്റവും അതിപുരാതനമായിരിക്കുന്ന പാപ്പിറസ് റീഡിൽ എഴുതപ്പെട്ട മൂലകൃതി എന്ന് പറയുന്നത് BC 2400 അടുത്ത് എഴുതപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ഒരു രേഖയാണ്. അതിന് അപ്പുറത്ത് ശേഷമുള്ള ധാരാളം പാപ്പിറസ് റീഡിലുണ്ട്. പക്ഷേ പെട്ടെന്ന് നശിച്ചു പോകുന്ന വസ്തു ആയതുകൊണ്ട് അത് ശാസ്ത്രീയമായ നിലയിൽ ഏറിയ സമരസങ്ങൾ സൂക്ഷിക്കപ്പെടുവാൻ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത് ഉപയോഗിച്ച വസ്തുവാണ് പാർക്കമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. പാർക്കമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആടുകളുടെയും അതുപോലെ ചെമ്മരിയാടുകളുടെയും കോലാടുകളുടെയും അതുപോലെയുള്ള ഇര ജന്തുക്കളുടെയും സ്കിന്നുകൾ, അതായത് തോലുകൾ വേർതിരിച്ചെടുത്ത ശേഷം അത് പാകപ്പെടുത്തി അതിന്മേലാണ് ദൈവവചനം എഴുതി വന്നിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംവിധാനവും ഉണ്ടായിരുന്നു. ചരിത്രകാരന്മാരായ ആളുകൾ ഈ പറയപ്പെട്ട ചെമ്മരിയാടുകളുടെയും കോലാടുകളുടെയും മറ്റിഴജന്തുക്കളുടെയും സ്കിന്നുകളിൽ അല്ലെങ്കിൽ തോലുകളിൽ എഴുതിയ വേദപുസ്തകത്തിന്റെ പുരാതന രേഖകളെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുണ്ട്. വേറൊന്ന് വെല്ലം എന്നാണ് അറിയപ്പെട്ടു വന്നത്. വെല്ലം എന്ന് പറഞ്ഞാൽ കാഫ് സ്കിൻ, അതായത് ചെറിയ പശുക്കുട്ടികളുടെ തുകല് ഉരിച്ച് ആ തുകല് പാകപ്പെടുത്തി അതിൽ ദൈവത്തിന്റെ വചനം എഴുതിയിട്ടുള്ള ഒരു സംവിധാനം ആ നാളുകളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പാപ്പിറസ് എന്ന് പറയുന്ന പോളകളിൽ എഴുതപ്പെട്ടു. അതിനെ ബിബ്ലോസ് എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ബിബ്ലോസ് എന്ന വാക്കിൽ നിന്നാണ് ബൈബിൾ എന്ന പേര് നമ്മൾ കടം കൊള്ളുകയും ചെയ്തിട്ടുള്ളത്. പാർക്കമെന്റുകൾ മുട്ടാടുകളുടെയും ചെമ്മരിയാടുകളുടെയും കോലാടുകളുടെയും തോലുകളിലും ഇഴജന്തുക്കളുടെ തോലുകളിലും പാകപ്പെടുത്തി ദൈവവചനം എഴുതി വന്നു. അതിനെ പാർക്കമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. വെല്ലം എന്നറിയപ്പെടുന്നത് ചെറിയ പശുക്കിടാക്കളുടെ തോല് ഒരിച്ച് അത് ഉണക്കി അതിന്മേൽ ദൈവവചനങ്ങൾ രേഖപ്പെടുത്തി പോന്നു. അതിനെയാണ് വെല്ലം എന്ന് പറയുന്നത്. ഇതുകൂടാതെ 3 പ്രത്യേക വസ്തുക്കൾ കൂടി ഈ സമയത്ത് ഞാൻ റെഫർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊന്നാണ് ഒസ്ട്രാക്ക എന്ന് അറിയപ്പെടുന്നത്. എന്താണ് ഈ ഒസ്ട്രാക്ക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺഗ്ലേസ്ഡ് പോട്ടറിയാണ്, അതായത് മിനുസപ്പെടുത്താത്ത മൺപാത്രങ്ങൾ. അവ മനുഷ്യന്റെ കരകൗശലപ്പണിയായി മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. അങ്ങനെ മിനുസപ്പെടുത്താത്ത ആ പോട്ടറികളിൽ ദൈവവചനം ആദ്യ കാലങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോൺസ് വെയർ ഇൻസ്ക്രൈബ്ഡ് ഓൺ വിത്ത് ആൻ അയൺ പെൻ, ഇരുമ്പ് എടുത്ത് ആണികൊണ്ട് കല്ലുകളിൽ ആഴമായി എഴുതിയിട്ടുള്ള ദൈവവചന ഭാഗങ്ങളും ചരിത്രപരമായി പുരാവസ്തു ഗവേഷണപരമായി കണ്ടെത്തിയിട്ടുണ്ട്. മൂന്നാമത്തത് ക്ലേ ടാബ്ലറ്റ് ആണ്, അതായത് ചള്ള കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മൺകട്ടകൾ. ആ മൺകട്ടകളിൽ ആഴമായി ദൈവത്തിന്റെ വചനങ്ങൾ എഴുതപ്പെട്ടിരുന്നു. വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഇത്തരത്തിൽപ്പെട്ട അനേക പ്രാചീന എഴുത്തുകൾ പുരാവസ്തു ഗവേഷകരായ ആളുകളും ചരിത്രകാരന്മാരായ ആളുകളും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഈ പറയപ്പെട്ട
ഒസ്ട്രാക്ക, അതുപോലെ തന്നെ സ്റ്റോൺ പ്ലേറ്റ്സ്, ക്ലേ ടാബ്ലറ്റ്സ്, പാർക്കമെന്റ്, വെല്ലം, ഇതിനേക്കാൾ എല്ലാം ഉപരിയായി ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ടുള്ളത് പാപ്പിറസ് റീഡുകളിലാണ്. പാപ്പിറസ് റീഡുകളിൽ എഴുതപ്പെട്ട ഇവയെ ബിബ്ലോസ് എന്നറിയപ്പെടുന്ന ഈ ചെടിയുടെ പോളകളിൽ എഴുതിയിട്ടുണ്ട്. ബിബ്ലോസ് എന്ന് പറഞ്ഞാൽ പാപ്പിറസ് എന്നാണ്. ആ പോളകളിൽ എഴുതപ്പെട്ടതുകൊണ്ട് ഇതിന് ബൈബിൾ എന്ന് പിന്നീട് പേരും നൽകപ്പെടുകയുണ്ടായി. അപ്പം നമ്മുടെ കയ്യിൽ ഇന്ന് ഇരിക്കുന്ന ഈ പുസ്തകം അതിൻ്റെ പേപ്പറുകൾ പ്രിന്റ് ചെയ്ത ഫോമാണ്. അതായത് പ്രിന്റിംഗ് ടെക്നോളജി കണ്ടുപിടിക്കുന്നവരെ തലമുറകൾ കൂടെ ഇതുപോലെയുള്ള വസ്തുക്കളിൽ ആവർത്തിച്ച് കോപ്പി ചെയ്ത് സൂക്ഷിക്കപ്പെട്ടതായിരുന്നു വിശുദ്ധ വേദപുസ്തകത്തിന്റെ കൈയെഴുത്ത് പ്രതികൾ എന്ന് പറയുന്നത്. പ്രിന്റിംഗ് ടെക്നോളജി രംഗത്ത് വന്നതോടുകൂടി അത് പേപ്പറിലുള്ള പ്രിന്റിംഗിലേക്ക് മാറുകയും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന നിലയിലേക്ക് വിശുദ്ധ വേദപുസ്തകം കൃത്യമായി നമുക്ക് നൽകപ്പെടുകയും ചെയ്തു. അപ്പോൾ വേദപുസ്തകത്തിന്റെ പിറകിൽ ഇത്രയും കഠിനമായ അധ്വാനം നടന്നിട്ടുണ്ട് എന്നുള്ളത് അനുവാചക സുഹൃത്തുക്കളെ അറിയിക്കുവാനാണ് ഈ പാഠ്യപദ്ധതിയിലൂടെ ഈ എപ്പിസോഡിൽ ഞാൻ ആഗ്രഹിച്ചത്. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.